പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 1 വാക്യം. അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ, അധികാലത്ത് ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. നമ്മളെപ്പോഴും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവരുടെ ഭാവിക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ലോകത്ത് ഈ കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യപാനം, പുകവലി എന്ന് പറയുന്നത് ഒരു പൈശാചികമായ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തികളാൽ ഇന്നത്തെ തലമുറകളെല്ലാം നശിച്ചു പോവുകയാണ്. മനസ്സിലായോ? കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളായി ഇന്നത്തെ തലമുറകളെല്ലാം നശിച്ചു പോകുന്നു. അവരുടെ ഭാവി സുരക്ഷിതമല്ലാതായി തീരുന്നു. കേസുകളും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായി അവരുടെ ഭാവി നശിച്ചു പോകുന്നു. അതിനാൽ നാം എപ്പോഴും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം. അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ഉപവസിച്ചു കൊണ്ടേയിരിക്കാം. ആമേൻ. കാരണം തലമുറകൾക്ക് വേണ്ടി കരുതിയാൽ മാത്രമേ അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാകത്തുള്ളൂ. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടത്തുള്ളൂ, നല്ല കുടുംബജീവിതം കിട്ടത്തുള്ളൂ, അവർ സാമ്പത്തിക മേഖലയിൽ ഉയരത്തുള്ളൂ, അവർ ജോലിയിൽ ഉയരത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ അവരുടെ ഭാവിക്ക് വേണ്ടി എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അവരുടെ ഭാവി സുരക്ഷിതമാകത്തുള്ളൂ. അല്ലാഞ്ഞാൽ അവരുടെ ഭാവി ഒരിക്കലും സുരക്ഷിതമാവുകയില്ല. ആമേൻ. അതിനാൽ എല്ലാവരും തൻ്റെ തലമുറകൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക, ഉപവസിച്ചു കൊണ്ടേയിരിക്കുക. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.